നമ്മൾ ഹെർലക്സ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ താഴെ തന്നെ പറയുന്നുണ്ട് ലേഡി പഞ്ചജീര എന്നാണ് അത് പറയുന്നത്. സ്ട്രെങ്തനിങ് ഹെർ ഹെൽത്ത് എന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക, സ്ട്രെങ്തൻ ചെയ്യുക എന്നാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതല്ല. 10 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ്. അതും ഈ പറഞ്ഞ പാറ്റന്റ് ആയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹെർലക്സ. അത് എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. നമുക്കറിയാം അതിൽ നെല്ലിക്ക ചേരുന്നു. നെല്ലിക്കയെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രവൃത്തിയാൽ കിട്ടുന്ന വൈറ്റമിൻ സി ഉള്ള നെല്ലിക്ക. അതേപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ക്യാൻസറസ് ആണ്, അല്ലേ? നെല്ലിക്കയെക്കുറിച്ച് ആന്റി അലർജിക് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ആസ്മാറ്റിക് ആണ്. നെല്ലിക്കയെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ 100,000 കാര്യങ്ങൾ പറയാം. ആ നെല്ലിക്ക ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് അവരെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അതേപോലെ ഞാൻ നേരത്തെ എക്സ് വിഗോറയിൽ പറഞ്ഞ അതേ സാധനം, ഇന്ത്യൻ വയാഗ്ര എന്നറിയപ്പെടുന്ന അമുക്കുരം ഇതിൽ ചേരുന്നുണ്ട്. സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ശരീരപുഷ്ടിക്ക്, അവരുടെ ശരീര വളർച്ചയ്ക്ക് 10 വയസ്സ് കഴിയുമ്പോൾ, ഇപ്പൊ 8 വയസ്സ് പോലും വേണ്ട ഇപ്പൊ മെൻസസ് ആവാൻ കുട്ടികളുടെ. പക്ഷെ ആ ആകുന്ന കുട്ടികളിൽ പോലും ശാരീരികമായി ചില വളർച്ച കാണാത്ത ചില കുട്ടികളുണ്ട്. 12ഓ 14ഓ വയസ്സായാലും മെൻസസ് ആകാത്ത, അല്ലെങ്കിൽ ശരീരം അതിനനുസരിച്ചുള്ള സെക്ഷൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവാത്ത കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ച് അമുക്കുരം ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവരെ ഗ്രോത്ത് നല്ലവണ്ണം വണ്ണം വയ്ക്കാനും ഒരു യഥാർത്ഥ ഒരു സ്ത്രീത്വം അവർക്ക് ഉണ്ടാക്കാനും നമുക്ക് അമുക്കുരത്തിലൂടെ കഴിയും. മറ്റൊന്നാണ് ജീരകം. ഇവിടെ പറയുന്നത് പഞ്ചജീരകം. ജീരകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ജീരകം നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന മസാല കൂട്ടിൽ വരുന്ന ജീരകമുണ്ട്, അതുപോലെ കരിഞ്ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്, അല്ലെ? കൃഷ്ണജീരകമുണ്ട്, പാൽ ജീരകമുണ്ട്. അപ്പൊ ഇങ്ങനെ 5 തരത്തിൽ പ്രധാനപ്പെട്ട ജീരകങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ ഒറ്റ ഗുണമാണ്. ഓരോ ജീരകത്തിനെ കുറിച്ചും പറയാൻ തുടങ്ങിയാൽ ഇത് നമുക്ക് കിട്ടില്ല. പക്ഷെ അതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ ശരിക്കും റിച്ച് ഓഫ് അയൺ, ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഒന്നാണ്. ഒരു മസാല കൂട്ടിലുള്ള ഒന്നാണ് ശരിക്കും ഇത്. അത് ദഹന പ്രക്രിയയെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യുവത്വം നിലനിർത്താൻ, പ്രത്യേകിച്ചും കരിഞ്ജീരകത്തിന് ആ ഒരു വലിയ പ്രത്യേകത. കരിഞ്ജീരകം ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്ഷൽ പവർ ബൂസ്റ്റ് ചെയ്യാനും യുവത്വം യങ് ആയിട്ടിരിക്കാൻ, നമ്മളെ റെഡേറ്റയിൽ എങ്ങനെയാണോ യുവത്വം നിലനിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അതേ തരത്തിൽ ഇവിടെ യുവത്വം നിലനിർത്താൻ ശരിക്കും കരിഞ്ജീരകം ചേരുന്നുണ്ട്. അത് നമുക്ക് ചേരുന്നുണ്ട്. അതുപോലെ സെക്ഷൽ പവർ ബൂസ്റ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഒരു കാര്യം ഞാൻ നേരത്തെ അമുക്കുരത്തിന്റെ കാര്യം പറഞ്ഞാൽ, ജീരകത്തിന്, പ്രത്യേകിച്ചും പാൽ ജീരകത്തിന്, കൃഷ്ണജീരകത്തിനും ഒരു ഗുണമുള്ളത് പെൺകുട്ടികളിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ. ചില കുട്ടികൾ മെൻസസ് ആയി കഴിഞ്ഞാൽ കൂടി അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യില്ല. അതൊരു അപാകതയായിട്ട് വരാറുണ്ട്. പിന്നീട് ഹോർമോൺ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചാണ് മാറ്റും അത്. പക്ഷെ ഇവിടെ നമുക്ക് പാൽജീരകം അല്ലെങ്കിൽ പെരിഞ്ജീരകം ഒക്കെ ചേരുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്സിന് നമുക്ക് ഹെർലക്സ ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ ഡെവലപ്മെന്റ്സ് വരുന്ന സമയം മുതൽ നമുക്ക് ഹെർലക്സ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കൊറിയാൻഡം അല്ലെങ്കിൽ മല്ലി, കൊത്തമല്ലി എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മല്ലിക്കും ഇതേപോലെ ഉണ്ട്. മെൻസ്ട്രൽ കംപ്ലയിൻസ് കറക്റ്റ് ചെയ്യാൻ ഭയങ്കരമായ ഗുണമുണ്ട്. മെൻസ്ട്രൽ കംപ്ലയിന്റ് മാത്രമല്ല, മെനപ്പോസൽ അല്ലെങ്കിൽ ആർത്തവ വിരാമ സമയത്ത് ഉണ്ടാവുന്ന അസുഖങ്ങളെയും കറക്റ്റ് ചെയ്യാനുള്ള കഴിവ് മല്ലിക്കുണ്ട്. അപ്പോൾ ഒരേ സമയം മെൻസ്ട്രൽ ആയിട്ട് ബന്ധപ്പെട്ട, ആർത്തവമായിട്ട് ബന്ധപ്പെട്ട, അത് ബ്ലീഡിങ് ആയാലും ഇല്ലാത്ത അവസ്ഥ ആയാലും ഒക്കെ തന്നെ പലതരത്തിലുള്ള ടെൻഷൻ അടക്കമുള്ള ആ വൈകാരികമായ അവരുടെ അവസ്ഥ പരിഹരിക്കാൻ, അത് ശരിക്കും ശരിയാക്കി കൊടുക്കാൻ മല്ലിക്ക് കഴിയും. അതേപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട മറ്റൊന്നുണ്ട്, നമ്മൾ മുത്തങ്ങ. നമുക്ക് മുത്തങ്ങ എന്നാക്കുമ്പോൾ നമ്മൾ വയനാട് മുത്തങ്ങ എന്ന് പറഞ്ഞ സ്ഥലം ഉപയോഗിക്കും, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ആ സ്ഥലത്തിന് മുത്തങ്ങ എന്ന് പേര് കിട്ടിയത് അവിടെ ഏറ്റവും കൂടുതൽ മുത്തങ്ങ കിഴങ്ങുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെയാണ് വയനാട് മുത്തങ്ങ എന്ന് പേര്. മുത്തങ്ങയ്ക്ക് ഒരു വലിയ ഇതുണ്ട്. അതിൽ കാര, ചെറുകാര എന്നൊക്കെ പറഞ്ഞ് 2-3 തരത്തിലുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, സ്ത്രീകളിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ മുത്തങ്ങ കഴിയും. നമ്മൾ കൊച്ചുകുട്ടിക്കൊക്കെ മുത്തങ്ങയിട്ട് പാലിൽ വേവിച്ച് കൊടുക്കാറുണ്ട്, പാല് തിളപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട്. അത് തന്നെ അതിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് സ്ത്രീകളിൽ നമ്മുടെ പഞ്ചജീര കൂടത്തിൽ എന്തുകൊണ്ട് അത് ചേർത്തു എന്ന് പറഞ്ഞാൽ, അത് മുലപ്പാൽ ഉത്പാദിപ്പിക്കാൻ, ബ്രസ്റ്റ് ഡെവലപ്മെന്റ്സോട് കൂടി തന്നെ ആ ഗ്രന്ഥികളുടെ ഡെവലപ്മെന്റ്സ്, പാല് ഉത്പാദിക്കുന്ന ഗ്രന്ഥികളുടെ ഡെവലപ്മെന്റ്സ് ശരിക്കും പറഞ്ഞാൽ മുത്തങ്ങ സഹായിക്കും. അതുപോലെ സ്പ്ലീൻ, ലിവർ, കരള്, പ്ലീഹ, ലിവർ, ആമാശയം, ഇവയ്ക്കൊക്കെ ഉണ്ടാകുന്ന കേട് പരിഹരിക്കാനും മുത്തങ്ങയ്ക്ക് കഴിയും. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇൻഡസ്ട്രിയൽ പ്രോബ്ലം
അതിനും ഏറ്റവും നല്ലതാണ് മുത്തങ്ങ. അതുപോലെ തടി കുറയ്ക്കാൻ മുത്തങ്ങയ്ക്ക് കഴിയും. അമിതമായി വണ്ണം വയ്ക്കുന്ന ആൾക്കാരെ ആ വണ്ണം വയ്ക്കുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ മുത്തങ്ങയ്ക്ക് കഴിയും. അപ്പം മുത്തങ്ങ ഇവിടെ നമ്മൾ പഞ്ചജീരകത്തിൽ ചേർത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് ഓർമ്മിക്കാം. മുലപ്പാൽ കൂട്ടാൻ ഉപയോഗിക്കാം. അതേപോലെ ആമാശ സംബന്ധമായ സ്ത്രീകളെ സംബന്ധിച്ച് ആമാശയ സംബന്ധം പ്രത്യേകിച്ച് പ്രസവ സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അവർക്ക് ഇൻറ്റെസ്റ്റൈനൽ പ്രോബ്ലംസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ആ പ്രസവ രക്ഷാ മാർഗം എന്നുള്ള അല്ലെങ്കിൽ ആ രക്ഷാ മരുന്ന് എന്നുള്ള നിലയിൽ പഞ്ചജീരക ഗുണം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് കുട്ടികൾക്കുണ്ടാകുന്ന മൂത്ര തടസ്സം ഒഴിവാക്കാൻ ഈ സമയത്ത് അല്ലെങ്കിൽ ഒരു മെൻസസ് ആകുന്ന സമയത്ത് ചില തടസ്സങ്ങൾ അങ്ങനെ ഉണ്ടാവാം. ആ സമയത്ത് ഉണ്ടാകുന്ന മൂത്ര തടസ്സത്തിന് നല്ലതാണ്. അത് മുത്തങ്ങ പറയുന്നത് മുത്തങ്ങ പാലിൽ ചേർത്ത് കഴിച്ചാൽ അമൃതിന് തുല്യമാണ്. ആയുർവേദത്തില് ചരക സംഹിതയിൽ പറയുന്ന ഒന്നാണ് അമൃതിന് തുല്യമാണ് മുത്തങ്ങ എന്ന്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും മുത്തങ്ങയുടെ ഗുണം. ആ മുത്തങ്ങ അല്ലെങ്കിൽ അമൃതാണ് നമ്മളെ ഹെർലൈക്സ എന്ന് തന്നെ പറയാം മുത്തങ്ങ ചേർക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റ്സിനും ശരിക്കും ഹെർലൈക്സ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പൊ അത് നിസ്സാരം പല്ലുവേദനയ്ക്ക് നല്ലതാണ്. അതുപോലെ പിൻവേം ട്രബിൾസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ബ്രെയിൻ ഫങ്ഷൻ കൂട്ടാൻ ഉപയോഗിക്കാം. ബുദ്ധി, ഓർമ്മ ഇതിലെല്ലാം കൂട്ടാൻ, അൾസിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരാതെ നോക്കാൻ. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ 60 വയസ്സ് വരെ ഉപയോഗിക്കാം. 60 അല്ല കൂടുതൽ ഉപയോഗിക്കാം. പക്ഷെ ആ പ്രായം 50 വയസ്സൊക്കെ കഴിയുമ്പോൾ മെനപ്പോസൽ സമയം കൊണ്ട് കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ വിഷയം ഉണ്ടാവാം. ആ സമയത്തുണ്ടാകുന്ന മാനസികാവസ്ഥ കൊണ്ട് ഓർമ്മക്കുറവുണ്ടാവാം. അത് പരിഹരിക്കാൻ ഹെർലക്സിക്ക് കഴിയും. കാരണം മുത്തങ്ങ അവിടെ ചേരുന്നുണ്ട്. അപ്പം ബ്രെയിൻ ഫങ്ഷൻ കൂട്ടാൻ അല്ലെങ്കിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ, ഓർമ്മശക്തി കൂട്ടാൻ, അൾസിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ വരാതെ നോക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന് കഴിയും. അതേപോലെ നമ്മൾ ഇതിൽ ചേരുന്ന മറ്റൊന്നാണ് പ്രധാനപ്പെട്ട നെയ്യ്. നെയ്യെക്കുറിച്ച് നമുക്ക് അറിയാം. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ ഉള്ള ഒന്നാണ് നെയ്യ്. മാലക്കണ്ണ് അല്ലെങ്കിൽ അന്ധത എന്താ പറയാൻ സന്ധ്യാസമയത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്ത അവസ്ഥ, ഒന്നും കാണാൻ വയ്യാത്തൊരവസ്ഥ, അല്ലെങ്കിൽ കണ്ണിലോട്ട് പ്രകാശം ശരിക്കും വന്നാൽ പിന്നെ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥ, മാലക്കണ്ണെന്ന് പറയാം. അത് ഒഴിവാക്കാൻ നമുക്ക് ഹെർലൈക്സ കൊണ്ട് കഴിയും. വൈറ്റമിൻ എ ഉണ്ട്, അതിൽ വൈറ്റമിൻ ഡി ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യവും മെഗ്നീഷ്യവും ഫോസ്ഫറസും അടക്കം മറ്റെല്ലാ വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി ആ കുറവുകൊണ്ടുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളെയും പരിഹരിക്കാൻ ഹെർലൈക്സിൽ കഴിയും. വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. നമ്മളെ തൊലി, നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, നമ്മുടെ ഹോർമോൺ ഡെവലപ്മെന്റ്സിനൊക്കെ തന്നെ വൈറ്റമിൻ ഇ, ഇവിയോൺ എന്നുള്ള ഒരു അലോപ്പതി ഗുളിക നിങ്ങൾ കേട്ടാവും. ചില ഹോർമോൺസിന്റെ ഡെവലപ്മെന്റ്സിന് വൈറ്റമിൻ ഇ ആവശ്യമാണ്. വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട് അതേപോലെ. അപ്പൊ ഇതൊക്കെ ധാരാളം ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ചയാപചയ പ്രക്രിയ, നമുക്ക് പറയാം മെറ്റബോളിക് ആക്ടിവിറ്റീസ് ശരിക്കും ത്വരിതപ്പെടുത്താൻ നമുക്ക് നെയ്യ് ഇതിൽ ചേർന്നുകൊണ്ട് കഴിയും. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ നെയ്ക്ക് കഴിയും. അതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ കൂടുതൽ അറിയുന്നില്ല. അതുപോലെ ഫാറ്റി വൈറ്റമിൻസ് അതിൽ വളരെ കുറവാണ്. ഇപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട് അതിൽ, അതും നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ അത് നെയ്യ് ശരിക്കും പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ബ്യൂട്ടറിക് എന്ന് പറഞ്ഞ ഒരു ആസിഡ് ഉണ്ട്. അത് ആന്റി ക്യാൻസറസ് കണ്ടീഷനെ ത്വരിതപ്പെടുത്തും. അതുപോലെ ആന്റി ക്യാൻസർ ആയിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താം. പിന്നെ മറ്റൊന്ന് നമ്മൾ ആയുർവേദത്തിൽ മേമ്പൊടി എന്ന് പറയുന്നത് ഒരു കരിയറാണ്. മറ്റെന്ത് സാധനവും ഇത് കൂടി ചേർത്താൽ അതിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ, ഇതിനെ വഹിച്ചുകൊണ്ട് പോകാൻ, മറ്റൊന്നിനെ വഹിച്ചുകൊണ്ട് പോകാൻ, ശരീരത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ, മറ്റ് വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും ഒക്കെ തന്നെ എത്തിക്കാനുള്ള ഒരു കരിയറായിട്ട് നെയ്യ് ഉപയോഗപ്പെടുത്തും. അപ്പൊ നമ്മളിവിടെ ചേർത്തിട്ടുള്ള നേരത്തെ പറഞ്ഞ മുസലി ആയാലും മുത്തങ്ങ ആയാലും അശ്വഗന്ധി ആയാലും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ ഗുണം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ഒരു കരിയറായി ശരിക്കും പറഞ്ഞാൽ നെയ്യ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒന്നാണ് നമുക്ക് ഇവിടെ നമുക്ക് പാലും നെയ്യുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. വലിയ ഇതുള്ളതല്ല, രണ്ടും പൂരകങ്ങളാണ്. അത് തന്നെ പാല് ഇവിടെ ചേർക്കുന്നത് നമ്മൾ അത് ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ലേഹ്യമാണ് കഴിക്കുന്നത്. അതിൽ അല്പം ഇനിപ്പുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ഈ പാല് നമ്മൾ ചേർത്തിട്ട് ടൈപ്പ് 2 ഡയബറ്റീസുകാർക്ക് ഇത് ഗുണം ചെയ്യും. അത് ദോഷം വരാതെ നോക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് പാലിൽ നമുക്കറിയാം മിനറൽസ്, പൊട്ടാസ്യം, കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻസ് ഇതെല്ലാം ശരിക്കും ഉള്ളത് കൊണ്ട് തന്നെ അത് ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് ഹെർലൈക്സ കൊണ്ട് കഴിയും. കാരണം ഹെർലൈക്സയിൽ പാല് ചേർത്തിട്ടുണ്ട്. അത് ശരീരഭാരം കുറയ്ക്കാൻ പാലിന് കഴിയും. കാര്യം പാലിന്റെ പ്രത്യേകത ഒരു പരിധിക്കപ്പുറം നമ്മുടെ ശരീരത്തിലോട്ട് പ്രോട്ടീൻസ് അടക്കമുള്ള ആഹാരങ്ങൾ അത് ആഗിരണം ചെയ്യില്ല, വിശപ്പടക്കും. അപ്പൊ കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അപ്പം കൂടുതൽ കഴിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും,
ഫാറ്റ് കുറയും, ശരീരഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിന് നമുക്ക് പാൽ ഉപയോഗിക്കാം. പിന്നെ വൈറ്റമിൻ BI ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ B12 ഉണ്ട്, ഫോസ്ഫറസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയധമനികളെ സംരക്ഷിക്കാൻ പൊട്ടാസ്യവും ഫോസ്ഫറസും ഇവിടെ കൂടുതലുണ്ട്. അതുകൊണ്ട് പാലിലുള്ളതുകൊണ്ട് തന്നെ ഹൃദയത്തിനും നമ്മളെ ഹെർലൈക്സ ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം. മറ്റൊന്ന്, നമ്മളെ ന്യൂറോൺസിന്റെ പ്രവർത്തനം, നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ന്യൂറോൺസിന്റെ പ്രവർത്തനത്തിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെയും മറ്റൊന്ന്, നമ്മുടെ ഹെർലൈസയിൽ ചേർന്ന പ്രധാനപ്പെട്ട തിപ്പലി. നമ്മൾ കേട്ടോ, പിപ്പലിയൊക്കെ നമുക്കറിയാം അല്ലേ. തിപ്പലി തന്നെ നമുക്ക് ഒരുപാട് ഉണ്ട്. അതിന്റെ കായും വേരും ഒക്കെ ഉപയോഗിക്കും. അതും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാൻ, ഒരു സ്ത്രീയെ സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പൾമണറി ആയിട്ടുള്ള കംപ്ലയിൻസ് അല്ലെങ്കിൽ ശ്വാസകോശ സമയം, ഒരു സ്ത്രീയെ നമുക്കിപ്പോൾ മെൻസസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗൈനിക് പ്രോബ്ലംസ് മാത്രമല്ലല്ലോ, നമ്മൾ അവരെ എല്ലാ വിഷയങ്ങളിലും ഹെർലൈക്സ ഒരു ഭാഗമാകണം അല്ലെങ്കിൽ പരിഹാരമാകണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിപ്പലി ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൾമണറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ശ്വാസകോശ ആസ്മ ആയാലും അലർജി ആയാലും ശ്വാസകോശ സംബന്ധമായ ബ്രോങ്കൈറ്റിസ് ആയാലും ന്യൂമോണിയ ആയാലും അത്തരം വിഷയങ്ങൾ വരാതെ നോക്കാനും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും നമുക്ക് ആ തിപ്പലി ചെയ്യുന്നത്. നമ്മൾ ത്രികടു എന്ന് പറയാറുണ്ട് അല്ലെ. തിപ്പലി, കുരുമുളക്, ചുക്ക്, ഇത് മൂന്നും ചേർന്ന്. അപ്പൊ ഇത് മൂന്നും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കുരുമുളകും ഇതിൽ ചേരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഗുണമുള്ളതുകൊണ്ട് തന്നെ പനി, ചുമ, അതുപോലെ പ്രസവ ശേഷമുള്ള ഇന്റേണൽ ഇഞ്ചുറീസ്, ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് തരത്തിൽ ഞരമ്പുകൾക്ക് റപ്ചർ ഉണ്ടാവാം അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യത. അത്തരം ഇന്റേണൽ ഇഞ്ചുറീസ് പരിഹരിക്കാൻ ശരിക്കും പറഞ്ഞാൽ തിപ്പലി ഉള്ളതുകൊണ്ട് കഴിയും. അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലം, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും തിപ്പലിക്ക് കഴിയും. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആലോചിക്കും, പ്രസവ രക്ഷ മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചിലർ അമിതമായി വണ്ണം അല്ലേ. പക്ഷെ നമ്മൾ ഹെർലൈക്സ കഴിച്ചാൽ അമിതമായി വണ്ണം വയ്ക്കില്ല. നേരത്തെ പാലുള്ളത് കൊണ്ട് ചേരുന്നതുകൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ അത് സഹായിക്കും. ഇവിടെ തിപ്പലിയും കൂടി ഉള്ളതുകൊണ്ട് അത്തരം വിഷയങ്ങളിലായിരിക്കും ശരിക്കും കൊളസ്ട്രോളും കൂടെ കുറയും, കൊഴുപ്പ് കൂടെ കുറച്ചുണ്ട്. അപ്പൊ സ്ത്രീയുടെ ആകാര വടിവിന്, ഒരു സ്ത്രീയെ സംബന്ധിച്ചുണ്ടാകുന്ന ആകാര വടിവിന് അവരെ ശരിക്കും വളരെ തരത്തിലുള്ള നേച്ചുറൽ ആയിട്ടുള്ള ആ ഒരു രൂപഭംഗി ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ തിപ്പലിക്ക് കഴിയും. അതായത് ഹെർലൈക്സയ്ക്ക് കഴിയുമെന്ന് അർത്ഥം. അപ്പം അതേപോലെ തന്നെ റൂമാറ്റിക് കംപ്ലയിൻസ്, അവർക്കുണ്ടാകുന്ന വാദസംബന്ധമായ അസുഖങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും നമുക്ക് ശരിക്കും തിപ്പലി ഉള്ളതുകൊണ്ട് കഴിയും. അതേപോലെ പിന്നെ എന്ത് പറയാൻ, ഒരുപാട് വിഷയങ്ങൾ, പൈൽസിന് നല്ലതാണ്. ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പയോറിയ, വായിക്കാത്തുണ്ടാവുന്ന അസുഖങ്ങൾക്ക് തിപ്പലി ഒരു മരുന്ന്. തിപ്പലി വേദിട്ട് വായിക്കൊണ്ടല്ലാതെ മാറും. അപ്പൊ അതൊക്കെ പരിഹരിക്കാൻ തിപ്പലി ഇവിടെ ചേരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നമുക്കിവിടെ കൊടുവേലി ചേരുന്നുണ്ട്. കൊടുവേലിയെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ചതകുസ് ഉപ്പ എന്ന് പറയുന്ന സാധനം ചേരുന്നു. അത് ശരിക്കും പറഞ്ഞാല് ഒരു പ്രത്യേക ഘടകം, അത് മോണോടെർപാസ് എന്ന് പറഞ്ഞ ഒന്ന് ചേരുന്നുണ്ട്. അത് ആന്റി ഓക്സിഡന്റ് ആണ്, അത് ഒരു അമിനോ ആസിഡ് ആണ്, ഫ്ലവനോയിഡ്, ഇതൊക്കെ ഇതിലാണെങ്കിൽ ഇതിന്റെയൊക്കെ പ്രത്യേകത നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം ശരിക്കും ശതകുപ്പ സഹായിക്കും. അതുപോലെ ഡിസെൻട്രി അടക്കമുള്ള ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് വരാതെ അത് പരിഹരിക്കാൻ പറ്റും. അതുപോലെ വാതരോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് ശതകുപ്പ. അതുപോലെ ആസ്മാറ്റിക്, ആന്റി ആസ്മാറ്റിക് ആണ്, ആന്റി അലർജിക് ആണ്. അതേപോലെ തന്നെ എല്ലിനും പല്ലിനും ബലം കിട്ടാൻ ശതകുപ്പ ശരിക്കും ഉപയോഗപ്പെടുത്താൻ പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഹെർലൈക്സയിൽ ശതകുപ്പ ചേർത്തുകൊണ്ട് വേറെ വലിയ ഗുണമുണ്ട്. ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ 12നും 14നും ദിവസത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന ഓവുലേഷൻ അത് കറക്റ്റ് ചെയ്യാൻ, അവരുടെ ഇൻഫെർട്ടിലിറ്റി കറക്റ്റ് ചെയ്യാൻ, അങ്ങനെ തന്നെ പറയാം, ഇൻഫെർട്ടിലിറ്റി കറക്റ്റ് ചെയ്യാൻ അത് സഹായിക്കും, ശതകുപ്പ സഹായിക്കും. കാര്യം ഹെർലൈക്സയ്ക്ക് ആ ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ യൂട്രസിന്റെ ഡെവലപ്മെന്റ്സ്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ച് അവർ ഗർഭധാരണം ആയി കഴിഞ്ഞാൽ, കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ യൂട്രസ് ഡെവലപ്പ് ചെയ്യണം. പലതരത്തിലും അതിന്റെ സ്ട്രെങ്തൻ ആവണം, യൂട്രസിന് കട്ടി ഉണ്ടാവണം, യൂട്രസ് വലുതാകണം, ഒക്കെ അങ്ങനെ തരത്തിൽ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ആ സമയത്ത് ആവശ്യമാണ്. എങ്കിലാണ് എംബ്രിയോയെ അവർ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഡെവലപ്മെന്റ്സിന് ശതകുപ്പ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി പരിഹാരമായിട്ട് ശരിക്കും പറഞ്ഞ ഹെർലൈക്സ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഡിസ്മെനോറിയ, നമുക്കറിയാം മെൻസസ് ആകുന്ന സമയത്തുണ്ടാണ് വയറുവേദന, ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശതകുപ്പ ഉള്ളതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇവിടെ ചേരുന്നത് മറ്റൊന്ന്, അപ്പൊ നെല്ലിക്ക, നേരത്തെ ത്രിഫല നമുക്കറിയാം, നെല്ലിക്ക, കടുക്ക, താന്നിക്ക, അതൊക്കെ തന്നെ ശരിക്കും അതൊക്കെ ഇവിടെ ചേരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. പിന്നെ ഒന്ന് പ്രധാനപ്പെട്ട മറ്റൊരു സാധനം അയമോദകം.
അല്ലെ, കാരം സീഡ് ചേരുന്നു. കാരം സീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഗ്യാസിന് ശമനം, ഗുഗ്മം എന്ന് പറയാം. ഇപ്പം സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രത്യേക ഗ്യാസാണ്. അതിന് ഏറ്റവും നല്ല മരുന്നാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പഞ്ചജീരകൂടം അല്ലെ, നമ്മുടെ ഈ പഞ്ചജീര എന്ന് പറഞ്ഞ ഹെർലക്സ ശരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവ രക്ഷാ മരുന്നായിട്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓൾസിമറായിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഓൾസിമറായിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പ്രസവശേഷം ഉണ്ടാകുന്ന ആ ഒരു പ്രസവ രക്ഷ. നമുക്ക് ആയുർവേദത്തിൽ ഒരുപാട് മരുന്ന് വരെ കഴിക്കാം. അതെല്ലാം കൂടി ഒറ്റയ്ക്ക് നമ്മുടെ ഓൾസിമറായി രാവിലെയും രാത്രിയും കഴിച്ചാൽ മതി ഒരു സ്ത്രീയെ സംബന്ധിച്ച്. അങ്ങനെ കഴിക്കുന്ന നമ്മുടെ ആവശ്യത്തിന് ഒത്തിരി പേരുണ്ട്. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് കഴിക്കുന്ന ഏകദേശം ഒരു 6-7 പേര്, എൻ്റെ മക്കളാണ്. 8-10 പേര് ഇപ്പൊ എൻ്റെ അറിവിൽ തന്നെ പ്രസവത്തിന് ശേഷം ഓൾസിമറായി മാത്രം കഴിക്കുന്നു. അത് എല്ലാ തരത്തിലും അതിലുള്ള കണ്ടന്റുകൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇവിടെ ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങൾ പരിഹരിക്കാൻ അയമോദകത്തിന് കഴിയും. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഗ്യാസിന് എന്ന പോലെ തന്നെ മെലിഞ്ഞു പോകുന്ന അവസ്ഥ, ചില ആൾക്കാർ അങ്ങ് ശരിക്കും തളർന്നു മെലിഞ്ഞു പോകും. ആ അവസ്ഥ ഒഴിവാക്കാൻ ശരിക്കും അയമോദകത്തിന് കഴിയും. അതുപോലെ ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, മെൻസസുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾക്കാണ്. അതേപോലെ തന്നെ ശരിക്കും പ്രസവ സമയത്തുണ്ടാണ് ഞാൻ നേരത്തെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും അയമോദകം, അത് വെള്ളമിട്ട് കുടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് അസുഖം. പിന്നെ ഒരു വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം വെച്ചാൽ മൈഗ്രെയിന് ഏറ്റവും നല്ല മരുന്നാണ് അയമോദകം. നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവ രക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം അമിതമായ വണ്ണമുള്ളവരെ വണ്ണം കുറയ്ക്കാനും ഒട്ടും വണ്ണമില്ലാത്ത ആൾക്കാരെ വണ്ണം കൂട്ടാനും ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ പ്രസവരക്ഷ. പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള 3 മാസത്തെ ചികിത്സ. ഇവിടെ പ്രത്യേകത, നമ്മളൊരു മോട്ടോർ വാഹനത്തിന്റെ എഞ്ചിൻ നമ്മൾ റീഫിറ്റ് ചെയ്ത് പുതിയതാക്കി എടുക്കുന്നത് പോലെ നമ്മുടെ ശരീരം മുഴുവൻ ഒന്ന് റീഫിറ്റ് ചെയ്ത് ഒന്ന് റീജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഈ 3 മാസം. ആ സമയത്തുള്ള ചികിത്സ കൊണ്ട് മൈഗ്രെയിൻ അടക്കം, ആസ്മ അടക്കം, അലർജി അടക്കം ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് അവർക്ക് മോചനം കിട്ടും. അതുകൊണ്ട് തന്നെ ഹെർലക്സ കഴിച്ചാൽ മൈഗ്രെയിനും അവർക്ക് മാറ്റി കൊടുക്കാൻ നമുക്ക് പറ്റും. കാരണം അതിൽ അയമോദകം ഉണ്ട്. അതുപോലെ ചുമ, ജലദോഷം, ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി അലർജിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നിസ്സാരമായി നമ്മളൊക്കെ ഉപയോഗിക്കുന്നു ഒരു സാധനം ചേരുന്നുണ്ട്. നമുക്കറിയാം, എന്താണെന്നറിയാമോ? ഉഴുന്ന് ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ റിച്ച് പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഒരുപാടുള്ളതാണ്. വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ അത് പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്ന ഒരുപാട് നല്ലതാണ്. കാര്യം അതിന് ഒരുപാട് പ്രത്യേകത വെച്ചാൽ അത് അയണും ഫോളിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ഗർഭിണികൾക്ക് അവർ ഗർഭിണിയാണ് എന്ന് അറിയുമ്പോൾ മുതൽ നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഉപയോഗിച്ചു കൊടുക്കും അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അവർ ഗർഭിണിയാണെന്ന് അറിയുന്ന സമയം മുതൽ നമുക്ക് ഹെർലക്സ കൊടുത്താലോ. ഒരുപാട് തരത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അത് ഗുണം ചെയ്യും. അവര് ആ ഒരു ഡെവലപ്മെന്റ്സിനെല്ലാം, എംബ്രിയോയുടെ ഡെവലപ്മെന്റ്സിനും അവരുടെ ഡെവലപ്മെന്റ്സിനും സഹായിക്കും. കാരണം അയൺ ആൻഡ് ഫോളിക് ആസിഡ് ധാരാളം ഇതിൽ ചേരുന്നത്. ഫാറ്റ് കുറവാണ്, അതിൽ കൊളസ്ട്രോളും കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ഹാർട്ടിന് നല്ലതാണ്. അപ്പൊ ഹെർലക്സ കാർഡിയാക് പേഷ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അത് ഗുണം ചെയ്യുന്നതാണ്. അപ്പം കാരണം ഉഴുന്ന് ചേരുന്നത്, അതുപോലെ കാൽഷ്യം, ഫോസ്ഫറസും മെഗ്നീഷ്യവും അതിലുണ്ട്. ഇതെല്ലാം നമുക്കറിയാം എല്ലിനും പല്ലിനും നല്ലതാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരെ 45 വയസ്സ് കഴിഞ്ഞാൽ മെനപ്പോസൽ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? 45 വയസ്സ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഓസ്റ്റിയോപോറോസിസ്, എല്ല് പൊടിയുന്ന അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത കൂടും. അപ്പൊ അത് വരാതിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഉഴുന്ന് നമ്മുടെ ഹെർലക്സയിൽ ചേരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കാൽഷ്യവും ഫോസ്ഫറസും മെഗ്നീഷ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ എല്ലിനും പല്ലിനും ശരിക്കും ഉപയോഗം ചെയ്യാൻ നമുക്ക് ഹെർലക്സ കഴിഞ്ഞാൽ. അതുപോലെ മറ്റൊന്ന് ലൂബ്രിക്കൻ്റ് ആയിട്ട് നമുക്ക് ഉഴുന്ന് ഉപയോഗിക്കാം. കാര്യം ഉഴുന്ന് എണ്ണ നമ്മുടെ എല്ലിൻ്റെ ജോയിൻസുകളിൽ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട്, അപ്പൊ എല്ല് തേയ്മാനം ഒഴിവാക്കാനും നമുക്ക് ഉഴുന്ന് ചേരുന്നത് കൊണ്ട് ഹെർലക്സ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. തേയ്മാനം കുറയ്ക്കാൻ പറ്റും. അതുപോലെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷൻ, ഒരു വിധമുള്ള സ്കിൻ കംപ്ലൈൻസ് ഒക്കെ വരാതെ നോക്കാനും നമുക്ക് ഇവിടെ ഇതുകൊണ്ട് നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഇതിൽ വേറെ ഒരുപാട് ചേരുന്നുണ്ട് കേട്ടോ. ദേവദാനം നമുക്ക് ചേരുന്നുണ്ട്, കായം നമ്മളെ ഇതിൽ കുറച്ച് ചേരുന്നുണ്ട്. അതൊക്കെ തന്നെ ഇതിൽ ഓരോ തരത്തിലും അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഭയങ്കരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹെർലക്സ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ
പറ്റും, പ്രസവരക്ഷയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, മെൻസസുമായിട്ട് അല്ലെങ്കിൽ മെനപ്പോസലുമായിട്ടുള്ള വിഷയങ്ങൾക്ക് ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ, ഇൻഫെർട്ടിലിറ്റി മാറ്റാൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മാറ്റാൻ, കിഡ്നി സ്റ്റോൺ മാറ്റാൻ വരെ. ശരിക്കും അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതിൽ ഉണ്ട് ചിലതിൽ 1-2 മരുന്നിന് ആയുർവേദത്തിന് അടക്കം അങ്ങനെയുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മാത്രമല്ല, കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് അലിയിച്ച് കളയാൻ വരെ ഉപയോഗിക്കാം. അതുപോലെ സെക്ഷൽ ഹോർമോൺസിന്റെ ഡെവലപ്മെന്റ്സിന് ശരിക്കും ഹെർലൈസിക്ക് കഴിയും അല്ലെ. ലുക്കോറിയ, ഡിസ്മെനോറിയ, മെട്രോജിയ, അമിനോറിയ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ആർത്തവ സംബന്ധമായിട്ട് കൂടുതലും കുറവും ഒക്കെ വിഷയങ്ങൾക്ക് അതിനൊക്കെ ഉപയോഗിക്കാം. PCOD സിസ്റ്റിന്, ഓവേറിയൻ സിസ്റ്റിന്, അതുപോലെ യൂട്രസിനകത്തുണ്ടാകുന്ന ചില സിസ്റ്റിനും നല്ലതാണ്. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു 10 വയസ്സ് മുതൽ, അതായത് ഒരു പെൺകുട്ടിയായി തുടങ്ങുന്ന സമയം മുതൽ ഒരു 60-65 വയസ്സുള്ള സ്ത്രീകൾക്കാണ് 90% അസുഖങ്ങൾക്കും ഒരു പരിഹാരം. ഒരു പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഓക്സിമറായും ഹെർലൈസിയും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിശയകരമായ റിസൾട്ട് വന്നേക്കാൻ സാധ്യതയുണ്ട്. അത് നമുക്കിനി നോക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ കാര്യം ഞാൻ നേരത്തെ നമ്മളെപ്പോഴും പറയുന്നു, ഓക്സിമറയിൽ ഇല്ലാത്ത ഒന്നുമില്ല. എല്ലാ മരുന്നുകളും ചേർന്ന ഒരു കലവറയാണ്, ഒരു അമൃതാണ് ശരിക്കും. ഇവിടെയും ആ അമൃതിന് തുല്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുത്തങ്ങ ചേരുന്നുണ്ട്. അമൃതിന് തുല്യമാണ് ഹെർലൈസ. അപ്പൊ ഇവിടെയും ഒരു അമൃതാണ്. ആ അമൃതം ഒരുപക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള അസുഖങ്ങൾ മാറ്റാനും അവരൊരു പുതിയ സ്ത്രീയാക്കി കൊണ്ടുവരാനും അവരുടെ ജീവിതത്തിൽ ഉത്തേജകമായ തരത്തിൽ എല്ലാ അർത്ഥത്തിലും അവരൊരു പുതിയ ആളാക്കി കൊണ്ടുവരാനും നമുക്ക് ഹെർലൈസ് കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇറക്കിയ ഈ 2 പ്രോഡക്റ്റ് നമ്മുടെ പാറ്റന്റ് പ്രോഡക്റ്റ് എന്നുള്ള നിലയിൽ തന്നെ മെഡിക്കൽ ഡ്രഗ് ലൈസൻസോട് കൂടി ആയുർവേദിക് പാറ്റന്റ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പുറത്തേക്ക് ഈ 2 പ്രോഡക്റ്റ് ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും സംബന്ധിച്ച് ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും ഒരു പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ ചുരുക്കത്തിൽ ഞാൻ ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഇപ്പൊ തന്നെ അരമണിക്കൂർ കൂടുതലായി. അപ്പൊ നമുക്ക് ഇനി വരുന്ന സമയങ്ങളിൽ ഓരോന്നിനെ കുറിച്ചും മണിക്കൂറുകളോളം നമുക്ക് സംസാരിക്കാം. നമുക്ക് റിസൾട്ടുകൾ നിങ്ങൾ അനുഭവിച്ച്, ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന പലരും അനുഭവിച്ച റിസൾട്ടുകൾ നമുക്കുണ്ട്. അതൊക്കെ ഇപ്പൊ പറഞ്ഞതിനേക്കാൾ നിങ്ങൾ റിസൾട്ട് അനുഭവിച്ചിട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നിങ്ങളുടെയൊക്കെ മുമ്പിൽ എത്തുന്ന ആൾക്കാർക്ക് ഹെർലൈസിലൂടെയും എക്സ് വിഗോറയിലൂടെയും തന്നെ അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിയട്ടെ. അതിന് തക്കതായ പ്രൊഡക്റ്റാണ് നമ്മളെ കയ്യിലുള്ളത് എന്നുള്ള വിശ്വാസത്തിൽ എങ്ങനെയാണോ നമ്മൾ ഓക്സിമറായി ഉപയോഗിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജയ് അവക്സ്.